ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് SCERTയുടെ മറ്റൊരു പാഠഭാഗമാണ് പഠിക്കുന്നത്. ക്ലാസ് 5-ലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വില്ലേജിൻ്റെ സവിശേഷതകളാണ്, കൃഷിയെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ പാഠപുസ്തകത്തിൽ നമ്മൾ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങളുണ്ട്. ആ പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ബോക്സിലൊക്കെ നൽകിയിരിക്കുന്ന പോയിൻറ്റ്സുകളാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒക്ടോബർ 16 ലോക പക്ഷി ദിനം. മനുഷ്യനോട് ആദ്യം ഇണങ്ങിയ വളർത്തുമൃഗമാണ് നായ. സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം പ്രധാന സവിശേഷതയാണ് ധാന്യപ്പുരകൾ. ഈ ധാന്യപ്പുരകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ്. ബാർട്ടർ സമ്പ്രദായം, സാധനങ്ങൾ പരസ്പരം കൈമാറുന്നതിനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ചും ഒരു പദാർത്ഥത്തിന് പകരം അല്ലെങ്കിൽ ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൊടുക്കുന്നു. നാണയ സമ്പ്രദായം അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. സംഘകാല കൃതികളിൽ 1500കളിലെ സംഘകാല കൃതികളിൽ തന്നെ ഈ സാധന കൈമാറ്റം അഥവാ ഭക്ഷ്യ കൈമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗീസ് നാവികനായിരുന്ന വ്യാപാരിയായിരുന്ന വാസ്കോ ഡ ഗാമ നമ്മുടെ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഉണ്ടായ ചെലവിൻ്റെ 60 ഇരട്ടിയാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ അദ്ദേഹം തിരികെ കൊണ്ടുപോയത്. അപ്പോൾ പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ചിലവിൻ്റെ 60 ഇരട്ടിയോളം ചരക്കുമായിട്ടാണ് അദ്ദേഹം തിരികെ പോയത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, ഇതൊക്കെ വളരെ സിമ്പിൾ നോട്ട്സാണ്, ജസ്റ്റ് കേട്ടാൽ ഓർമ്മയിരിക്കാവുന്നതാണ്.